ഇവിടെ വന്നതിന് ശേഷം ഇല്ലാത്ത ശീലങ്ങളൊക്കെ ശീലിക്കേണ്ട അവസ്ഥ വന്നേക്കാം കേട്ടോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ പുലർച്ചെ എണീക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ആ സുഖവും സൗകര്യവും സന്തോഷത്തിലൊക്കെ ജീവിച്ചു പോയ ഒരാളാണ് ഞാൻ. ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട് കേട്ടോ. പുലർച്ചെ എണീക്കുന്നു, അടുക്കളയിൽ കയറുന്നു, വെച്ചുണ്ടാക്കുന്നു, അങ്ങനെ പല പല മാറ്റങ്ങളാണ്. പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം വേറൊന്നല്ല, ഈ ഒരു ലൈഫ് ഞാൻ സ്വപ്നം കണ്ടൊരു ലൈഫ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് കുറച്ചധികം കാത്തിരിക്കേണ്ട സമയം തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കാത്തിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് അവസാനം ആ ഒരു ലൈഫ് കിട്ടിയല്ലോ. എത്ര നാൾ പോകുമെന്നൊന്നും അറിയില്ല. എത്ര നാളായാലും ഉള്ള കാലം സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ള ഒരു തോട്ട് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഞാനിപ്പോൾ 6 മണിയാകുമ്പോൾ എണീക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട്, എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, ഇത്ര കൊട്ടി ഘോഷിക്കാൻ എന്തിരിക്കണേന്ന്. അതെ, എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. ഇനി ഇത് കേൾക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക. അല്ല ഇനിയിപ്പോൾ എന്നെ 2 പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. മാന്യമായ രീതിയിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാന്യമായ റിപ്ലൈയും പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, അതെന്തോ ആവട്ടെ. അപ്പോൾ ഞാൻ 6 മണിക്ക് എണീക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചൻ 6:30 ആകുമ്പോഴേക്കും പോവും. ചാച്ചൻ പോകുന്നതിന് മുമ്പ് ഓട്സും അതേപോലെ ബ്ലാക്ക് കോഫി ഉണ്ടാക്കി ഞാൻ കൊടുക്കും. ചാച്ചൻ പോയതിന് ശേഷം ഞാൻ ഇതേപോലെ പുതച്ച് മൂടി കിടന്നുറങ്ങും. പിന്നെ ഞാനൊരു 8:30 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് എണീക്കുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ ചിടുങ്ങ് എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ടാവും. ഏതമോൻ അപ്പോഴും നല്ല സുഖമായിട്ട് ഉറങ്ങായിരിക്കും. കാരണം ഏതമോൻ ഉറങ്ങുമ്പോൾ തന്നെ 1 മണി 2 മണിയൊക്കെ ആവും. അവൻ എണീക്കുന്നത് തന്നെ ഒരു 10 മണി 10:30 11 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. പൊടി പോലത്തെ ഉപ്പുമാവാണ് ഇവിടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അതിനുശേഷം നമ്മൾ തലേദിവസം ഉണക്കാനിട്ട തുണിയൊക്കെ എടുത്ത് മാറ്റും. കാരണം പ്രാവുകൾ കുറേ ഉണ്ട്. അതുങ്ങളെങ്ങാനും അവിടെ വന്നിരുന്ന് കാഷ്ടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദേവന്മാരുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ ലഞ്ചിനുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് റോസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി അവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലത്തെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ളത്. സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ അത് ഇവിടെ വെച്ചും ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ളത് എനിക്ക് ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളതെന്നുള്ളത്. നാട്ടിലത്തെ എന്തായാലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഓർഡർ ആർക്കെങ്കിലും പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം ത്രൂ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതിൻ്റെ ആ ഒരു തിക്കും തിരക്കിലും കുറച്ച് ഡിലേ അവിടെ വന്നിട്ടുണ്ട്. അപ്ഡേഷനൊക്കെ എന്തായാലും നമ്മളത് ബാക്ക് ടു നോർമൽ ആക്കുന്നുണ്ട്. അപ്പോൾ ചാച്ചൻ വന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരത്തെ ക്ലയൻസ് ഒക്കെ ക്യാൻസൽ ആയതുകൊണ്ട് ചാച്ചൻ ഫുൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.